മുഖ്യമന്ത്രിയും സിപിഐഎമ്മും പരസ്യമായി തള്ളിയതോടെ പി.വി. അൻവർ എം.എൽ.എ കടുത്ത തീരുമാനത്തിലേക്കെന്ന സൂചന. ആത്മാഭിമാനം കൂടുതലുണ്ടെന്നും വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നുമാണ് പി.വി. അൻവർ അറിയിച്ചത്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണ് പി.വി. അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സിപിഐ ജില്ലാ കൗൺസിൽ അംഗവും തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന നിയാസ് പുളിക്കലകത്ത് രംഗത്തെത്തി. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇത് ശത്രുക്കൾക്ക് ആയുധം നൽകുന്നതാണ് എന്നത് പാർട്ടി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും വകവയ്ക്കാതെ എന്താണ് പി.വി. അൻവറിന്റെ നീക്കം? അനുജ, പാർട്ടിക്ക് തലവേദനയായി വീണ്ടും പരസ്യ പ്രസ്താവനകളിലേക്ക് കടക്കുകയാണ് പി.വി. അൻവർ. അത് കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. 4:30 വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇതിൽ പറയുന്നത് വിശ്വാസത്തിനും വിധേയത്തിനും മുകളിലാണ് ആത്മാഭിമാനം. ആ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു എന്നുള്ള രീതിക്ക് തന്നെയാണ്, ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ രീതിയിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ആ ആത്മാഭിമാനം കുറച്ച് കൂടുതലാണ് എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവർ പറയുന്നുണ്ട്. എത്രത്തോളം തീയാകുമെന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കേണ്ടത്. എത്രത്തോളം വലിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലേക്കുള്ള ഒരു ആരോപണമായിരിക്കും അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പരസ്യ പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ നേരിട്ട് പറയുകയും CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ തള്ളിക്കൊണ്ടുള്ള നിലപാടിലേക്ക് പി.വി. അൻവർ പോകുന്നു. പി.വി. അൻവർ വീണ്ടും പരസ്യ പ്രസ്താവനയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ ഇടത് സ്വതന്ത്രർ കൂടുതലായി മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ രംഗത്ത് വരുന്നൊരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ ഇന്ന് കണ്ടത്. തിരൂരങ്ങാടിയിൽ ഇടത് സ്വതന്ത്രരായി മത്സരിച്ചിട്ടുള്ള നിയാസ് പുളിക്കലകത്താണ് നേരിട്ട് തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ അത് അണികളിലേക്ക് എത്തും. അണികൾ അത് വിളിച്ചു പറയേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. മക്കൾക്കോ കുടുംബങ്ങൾക്കോ വേണ്ടി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നവർ ആരായാലും അവരോട് കടക്ക് പുറത്ത് എന്ന് പറയേണ്ടി വരും എന്ന രീതിയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. ഒപ്പം തന്നെ ഇരിക്കുന്ന കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നതിലേക്കൊക്കെ പോകാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടോ? അതിലേക്ക് നിലവിൽ പോകാൻ സാധ്യതയില്ല. എന്നാൽ പാർട്ടിയോ അല്ലെങ്കിൽ നേതൃത്വം ഒന്നുമില്ലെങ്കിലും പിന്തുണയ്ക്കുന്നവരുടെ ഒരു സപ്പോർട്ട് കൂടുതലായി നേടുക എന്നതിലേക്കായിരിക്കും പി.വി. അൻവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുക, ആരോപണം കുറച്ചുകൂടി കടുപ്പിക്കുക, ADGPയെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ തന്നെ നിലപാട് കടുപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറിപ്പോകാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു തുറന്നു പറച്ചിലുകൾ കൂടുതലായി എടുക്കുക, അങ്ങനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു സപ്പോർട്ട് നേടുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ പാർട്ടിയിലെ പ്രവർത്തകരുടെ ഒരു സപ്പോർട്ട് കൂടുതലായി അൻവർ നേടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അല്ലെങ്കിൽ അതിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു റീച്ചൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. അതും ഒപ്പം ഈ CPM നേതാക്കൾ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം ഇട്ടതിനൊക്കെ താഴെ അൻവറിന് അനുകൂലമായിട്ട് കൊണ്ടായിരുന്നു പ്രവർത്തകരുടെയും അണികളുടെയും ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ ലഭിച്ചത്. ഈ ഒരു സ്വീകാര്യത കൂട്ടുക എന്നതിലേക്കായിരിക്കും അൻവർ പോവുക.